ഫുള്ള് കുരങ്ങന്മാരായിരുന്നു കേട്ടോ. ബാക്കിൽ ഒരുപാട് പേരും അവരുമായിട്ട് സ്പെൻഡ് ചെയ്തു. കാരണം ഓരോരുത്തർക്ക് മാച്ചാവുന്നവരായിട്ടല്ലേ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം അല്ലേ? ഞങ്ങൾ ഇന്നലെ ആ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, മിച്ചം ഒത്തിരി ഉണ്ടായിരുന്നു. ഇവിടെ കുരങ്ങന്മാരെ തീറ്റിച്ച് അവസാനം അവര് തമ്മിൽ അടിയായി. കേക്ക് കൊടുത്ത് രാവിലെ മനുഷ്യന് വെളിയിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. എന്തൊക്കെ ഇവിടുന്ന് കട്ടനിട്ട് വെച്ചേക്കും. അത്രയ്ക്ക് ആൾക്കാരുണ്ട് അതിന്റെ അപ്പുറത്ത്. നോക്കട്ടെ, പോയെല്ലാരും. കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കണ്ടില്ല, അവരങ്ങ് പോകുമെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ പിന്നെ കേക്കും മിച്ചമുണ്ട്, അതാണ് ഏറ്റവും രസം. ഇത്രയും കുരങ്ങന്മാർക്ക് കൊടുത്തിട്ട് കേക്കും മിച്ചമാണ്. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം കേട്ടോ. ഇന്നലെ കണ്ട റൂമൊന്നും അല്ല ഇന്ന് കാണുമ്പോൾ, അതുകൊണ്ടാണ് ഇങ്ങനെ ഓണ് നടന്ന് കാണിക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഞാനിപ്പോൾ ഒരു വിഷ്വൽ ബ്യൂട്ടി കാണിച്ചു തരാം. മൂന്നാറിൻ്റെ അല്ല, എൻ്റെ ഈ പ്ലേറ്റിലോട്ട് നോക്കുമ്പോൾ വിചാരിക്കും അവിടെ ഒന്നും കഴിക്കാൻ കാണത്തില്ലെന്ന് കേട്ടോ. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ ഇത്ര എടുത്തുള്ളൂ. എനിക്കറിയത്തില്ല എങ്ങനെയാണ് പറയേണ്ടതെന്നൊരു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയാണ്. നാരങ്ങ മുട്ടായി തൊട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ചിലതിൻ്റെ ഒന്നും പേര് പോലും നമുക്ക് അറിയത്തില്ല കേട്ടോ. ചിലതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുക. ഇങ്ങനെ ഒരു ബുഫെ ഞാൻ ആദ്യമായിട്ട് കാണുക, പ്രത്യേകിച്ച് ഇവിടെയൊക്കെ. എല്ലാ ടൈപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് വായി വെച്ച് കഴിക്കാൻ പറ്റിയ ഫുഡ് ഐറ്റംസ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ആയിരുന്നു കേട്ടോ. അതിപ്പം ബ്രേക്ക്ഫാസ്റ്റ് വരുന്ന ഫ്രൂട്ട്സ് തൊട്ട് എല്ലാം ഉണ്ടായിരുന്നു അതിനകത്ത്. ഇപ്പം ഷുഗർലെസ് ആയിട്ടുള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും ജ്യൂസ് ഐറ്റംസും കോഫി ടീ ഒക്കെ പിന്നെ എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ടായിരുന്നു. അവിടെ വരുന്ന ആൾക്കാർ എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു ചിലതിൻ്റെ ഒന്നും പേരറിഞ്ഞൂടാ, ആദ്യമായിട്ട് കാണുകയെന്നൊക്കെ. അപ്പം ഞാനും അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. ചിലതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പുളിമുട്ടായി വരെ ഉണ്ടായിരുന്നു അവിടെ ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വേറൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഡ്രിങ്ക്സിൻ്റെ വേറൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. കപ്പ, മീൻകറി. സത്യം പറഞ്ഞാൽ നമുക്ക് പറയണമെങ്കിൽ ഒരു ഫുൾ വ്ലോഗ് തന്നെ വേണ്ടി വരും അതിൻ്റെ ലിസ്റ്റ് പറയണമെങ്കിൽ. നല്ലൊരു ഹെവി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വലിയൊരു സെക്ഷൻ തന്നെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ആരെങ്കിലും അവിടെ പോവുകയാണെങ്കിൽ ഈ ഒരു രാവിലത്തെ ബുഫെ നിങ്ങൾ മിസ് ചെയ്യല്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ കഴിച്ചില്ലെങ്കിലും നമുക്കെല്ലാം ഒന്ന് കാണാനും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു അവസരമാണ് കേട്ടോ അത്. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് അവിടെ നിന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഇതൊരു വ്യൂ പോയിൻ്റാണ്. അവിടെ ചെറിയ മെയിൻ്റെനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും അവിടെ ഓരോരോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ. പിന്നെ ഇതാണ് പൂൾ എനിക്ക് തോന്നുന്ന പ്രൈവറ്റ് പൂൾ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പൂളെ ഞാൻ കണ്ടുള്ളൂ. ഒരുപാട് വ്യൂ പോയിൻ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഊഞ്ഞാലിരുന്നാട് വന്നു. അപ്പുറത്തൊരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് വന്നാൽ അങ്ങനെയും ടൈം പോവും. നമ്മളെങ്ങും പോയിട്ടില്ല, ജസ്റ്റ് ഇപ്പോൾ റൂമിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. റിസോർട്ട് ഫുൾ ആദ്യമായിട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ ബാക്കി എവിടെയൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനോ ഒന്നുമില്ല കേട്ടോ, വെറുതെ വന്നതാണ്. പക്ഷെ നല്ല ആംബിയൻസാണ് കേട്ടോ, നല്ല പീസ്ഫുള്ളായിട്ടിരിക്കാം. പക്ഷേ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഫ്ലവേഴ്സ് മേളിലേ ഉള്ളൂ. പ്ലാസ്റ്റിക് ആണേലും അല്ല, പ്ലാസ്റ്റിക് ആണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിങ്ങനെ ഒരു വലിയൊരു ചെറിയൊരു വെയിൽ പോലെ അവിടെ വരുന്നുണ്ട്. കൊള്ളാം. ഇത് നമ്മൾ കയറി വരുമ്പോൾ റിസപ്ഷൻ്റെ ഓപ്പോസിറ്റ് ആ സെയിം ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇത്. പറക്കാട്ടിൻ്റെ ഐ ലവ് പറക്കാട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ എല്ലാവരും വന്ന് ഫോട്ടോസ് എടുക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ സത്യം പറഞ്ഞാൽ ആൾക്കാർ ക്യൂ ഒക്കെ നിൽക്കുവേ ഈ ഒരു സ്പോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നല്ല മൂന്നാറിൻ്റെ നല്ല ബ്യൂട്ടിയാണ്, നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റും ഇവിടെ നിൽക്കുകയാണെങ്കിൽ. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് വെയിലൊക്കെ ആയിരുന്നു കേട്ടോ, അത്ര തണുപ്പൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര ചൂടൊക്കെ ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ കാറ്റുണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് തന്നെ ചെറിയൊരു പ്ലേ ഏരിയയും നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയ കുറച്ച് സീറ്റിങ്ങും പിന്നെ ഒരു ഗുഹ പോലെ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാട്ടോ, ഇതിങ്ങനെയാണോ കയറിപ്പോയത്? കൊള്ളാം. ഇതുവരെയാണ് നോക്കിയത്.
മുനിമാടെയോ തപസ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിരിക്കാം, റെസ്റ്റ് എടുക്കാം, ഉറങ്ങാം, റിലാക്സ് ആയിട്ട് ഇരിക്കാം. അടുത്ത സെക്ഷൻ പാറക്കാട്ട് ജുവലേഴ്സിൻ്റെ ഒരു സ്റ്റോറുണ്ട്. എല്ലാ ടൈപ്പുള്ള ഓർണമെൻറ്റ്സും അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഡിസ്പ്ലേ പീസ് പോലെ ഷോർട്ട് നെക്ലേസ്, ബാംഗിൾസ്, ഇയറിങ്സ്, റിങ്, അതുപോലെ നമ്മുടെ ഈ പൂജ ഐറ്റംസ് ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. ഗോഡസിൻ്റെ ഓരോ സ്റ്റാച്യൂസ് പോലത്തെ എല്ലാം നല്ല രസമുണ്ട്. നമുക്ക് മാരേജിനൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അവർ പറഞ്ഞ് നമുക്ക് എവിടെ വേണേലും കൊണ്ട് മാറിയെടുക്കാം, പാറക്കാടിൻ്റെ ഏത് ഷോറൂമിൽ പോയാലും മാറിയെടുക്കാം എന്നൊക്കെ പറഞ്ഞു ഇത് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കയറി നോക്കി പുതിയ ഡിസൈൻസൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി. നല്ല ആൻറ്റിക് ടൈപ്പ് ഉള്ളതും മോഡേൺ ടൈപ്പ് ഉള്ളതും ഒക്കെ ഉണ്ട്. താങ്കളുടെ ഐഡിയ ആണ് അങ്ങനെ പക്ഷെ അത് കൊള്ളാം കേട്ടോ. ഇത് ഇങ്ങനെ മേക്ക് ചെയ്യുന്നത് നല്ലതായിരുന്നു അല്ലേ? ഇങ്ങനെ കുടം ഇങ്ങനെ ക്യാൻഡിൽസ് ഒക്കെ വെക്കുന്നത്. ആ ഇങ്ങനെ വെക്കാം അല്ലേ? ശരി. വെച്ചതാണോ? ഞാനൊക്കെ എത്ര 19,000 ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ട് ഇതാ ഭംഗി. ഒരു ഫുൾ സെറ്റാന്ന് തോന്നുന്നു. ഇത് നമ്മള് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അല്ലേ? നിങ്ങൾക്ക് ഓർണമെന്റ് ആയിട്ട് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. 1 ഇയറിനുള്ളിൽ വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം. 50% എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. തിരിച്ച് കൊടുക്കുമ്പോൾ 10% റേറ്റ് പാലക്കാട്ടിൽ തന്നെ പാലക്കാട് ഷോപ്പിൽ കൊടുത്താലും മതി. സ്ഥലം എവിടെയാണ്? എൻ്റെ കോട്ടയത്തുണ്ട്. TB റോഡ് ഉണ്ട്. അതിനാണ് കുഴപ്പമൊന്നുമില്ല. സാരി എടുക്കുമ്പോൾ അതിൻ്റെ ഭംഗിയാണ്. ഡ്രസ്സിൻ്റെ കൂടെ കൊള്ളുകയല്ല. അതെ അതെ, ട്രഡീഷണൽ ടൈപ്പ് നല്ല നല്ല ഡിസൈൻ കേട്ടോ. ഇതിനാകുമ്പോൾ 16,000. അതല്ലേ? അത് ഫുള്ള് ഗോൾഡ് അല്ലല്ലോ. അത് ജെൻസിന്റെ അല്ലേ? ബാംഗിൾസൊക്കെ എനിക്ക് അമ്മമാർക്ക് നോക്കണമെന്നുണ്ടായിരുന്നു. സൈസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും കേട്ടോ നോക്കാൻ. പിന്നെ ഇഷ്ടപ്പെട്ടില്ല, പിന്നെ ഞാൻ തന്നെ ഇട്ടുകൊണ്ട് നടക്കേണ്ടി വരും. ജിമുക്കാസ് ഉണ്ട് അടിപൊളിയായിട്ടുള്ള നല്ല കൊട പോലെ ഇരിക്കുന്ന ജിമുക്കാസ് ഒക്കെ ഉണ്ട്. ക്ലീൻ ചെയ്തിട്ടേക്കുമായിരുന്നു ഫുള്ളും. അതെനിക്ക് ഒന്ന് ഞാൻ ആദ്യം കാണും അല്ലേ? നമ്മളിങ്ങനെ റൂമിൽ നിന്ന് പുറത്ത് പോയപ്പോൾ പിന്നെ നമ്മുടെ റൂം ആ പഴയ പോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടേക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാം കറങ്ങി കേട്ടോ. ഇപ്പം ഉച്ചയായി. നമ്മൾ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. രാവിലെ നല്ല ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ട് ജസ്റ്റ് സിമ്പിളായിട്ട് വിശപ്പൊന്ന് മാറ്റാമെന്ന് വെച്ച് മാത്രം ഫ്രൈഡ് റൈസും പെപ്പർ ഫ്രൈ ചിക്കനും ഓർഡർ ചെയ്തു. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇനി അടുത്ത റൗണ്ട് പുറത്ത് പോകണം. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പുറത്ത് വന്ന് വിചാരിച്ചു. അവിടെ നിന്നൊക്കെ കേൾക്കുന്നല്ലേ.
മൂന്നാർ പോകുമ്പോൾ ഈ ഒരു സ്പോട്ട് നിങ്ങൾ മിസ്സാക്കല്. ഇത് എക്കോ സ്പോട്ട് എന്ന് പറയും. നമ്മൾ കൂകുമ്പോൾ തിരിച്ച് ഒരു എക്കോ കേൾക്കും കേട്ടോ. അതുകൊണ്ട് അവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂവി നോക്കുവാണ്. അത് നമ്മുടെ വീഡിയോയിൽ നമുക്ക് ശരിക്കും കേൾക്കാൻ പറ്റും. എല്ലാവരും നല്ല സൗണ്ടിൽ കൂവി നോക്കണം. അതിൻ്റെ എക്കോ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാനും പറ്റും. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ആനയൊക്കെ കണ്ടു. പിന്നെ ബോട്ടിങ്ങും ഉണ്ട്. എല്ലാം ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ട്. മറ്റേ ആ കേക്ക്, എനിക്ക് ആ കേക്ക് മതി. കേക്ക് ഇഷ്ടമില്ല. നമ്മളിപ്പോൾ എക്കോ സ്പോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ചായ കുടിക്കാതിരിക്കുക കേട്ടോ. ചെറിയൊരു തണുപ്പൊക്കെ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഉച്ചക്കത്തെ ചൂടൊക്കെ ഒന്ന് പോയി. ഇങ്കോ വിത്ത് ടീ, അരിമുറുക്ക് കോഫി കുടിക്കാതിരിക്കുക. നമ്മളെ പറക്കാട്ട് നമ്മൾ എക്കോ സ്പോട്ട് എത്ര ദൂരം കാണും? ഏകദേശം 25 അല്ലേ? ഈ ഒരു സ്പോട്ട് നല്ല സ്പോട്ടാണ്. 10-25 കിലോമീറ്റർ ഉണ്ടല്ലേ? അപ്പം അത്യാവശ്യം തിരക്കൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എവിടെ പോകുന്നത്? റോസ് ഗാർഡൻ. തിരിച്ചു പോകണം, അങ്ങോട്ടല്ല, നമ്മൾ വന്ന വഴി തന്നെയാണ്. ടൈം ഒന്നും എപ്പോഴാണെന്ന് അറിയത്തില്ല. പോയി കണ്ട താഴെ കണ്ടോ? കണ്ടോ കേട്ടോ, ഇങ്ങനെ റോസ നിൽക്കുന്നത്. അത് ഈ ഒരു കളറല്ലേ നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്നത്, ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല രസമുണ്ട്. ഇത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. അവിടെ ഒരു ആപ്പിൾ മരം കണ്ടു കേട്ടോ. ആപ്പിൾ ഒന്നും കണ്ടില്ലെങ്കിലും ആദ്യമായിട്ട് ഒരു ആപ്പിൾ മരം കാണാൻ പറ്റി. എനിക്കൊന്ന് സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ നിൽക്കുന്നത്. റോസ് ഗാർഡന് നമ്മളിത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഇവിടെ ചെറിയൊരു എമൗണ്ട് ഒരു ടിക്കറ്റ് ഉണ്ട്, 20-30 റുപ്പീസ് അങ്ങനത്തെ ചെറിയ ടിക്കറ്റേ ഉള്ളൂ. അപ്പോൾ അത് ചെറിയൊരു ഏരിയ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടിയിൽ കുറച്ച് നേരം ഇരുന്നൊന്ന് മൂന്നാറിൻ്റെ ബ്യൂട്ടി ഒരാൾ ഇന്ന് ആസ്വദിക്കുകയാണ്. പാട്ടൊക്കെ കേട്ട് റെസ്റ്റ് എടുത്തിട്ട് പയ്യെ ഡ്രൈവ് ചെയ്യാമെന്നും പറഞ്ഞ് ആസ്വദിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞാണ് നമ്മൾ റോസ് ഗാർഡനിലോട്ട് പോയത്. റോസ് ഗാർഡൻ ചെന്നപ്പോൾ കുറച്ചൊന്ന് ഇരുട്ടിയായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ വീഡിയോ വലുതായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. അവിടെ ഒരു നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന പോലത്തെ വലിയൊരു ഗാർഡൻ ആണെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോയത്. പക്ഷെ അത്രയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാനൊന്നുമില്ല. ചെറിയൊരു ഏരിയയിൽ കുറച്ചൊരു പൂക്കളൊക്കെ ഉള്ള അവിടെ. നമ്മൾ ആനയൊക്കെ കണ്ടു കേട്ടോ. നമ്മളങ്ങനെ എല്ലാം കണ്ട് ലാസ്റ്റ് തിരിച്ചു പോവാണ്. മൂന്നാറിനോട് ഗുഡ് ബൈ പറയാൻ പോവാണല്ലേ. ഇന്ന് ഒരു ദിവസം ഉള്ളായിരുന്നു. നാളെ നമ്മൾ രാവിലെ എല്ലാം ഉച്ചയ്ക്ക് ഇറങ്ങും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒക്കെ കാണാൻ പറ്റി. കുറച്ചൊക്കെ മൂന്നാർ കണ്ടു. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ രണ്ടുപേരും മൂന്നാറിന് വരുന്നത്. ഇഷ്ടമായോ? അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഇപ്പോഴാണ് ശരിക്കും ആ ഒരു ക്ലൈമറ്റ് വന്നല്ലേ. ചെറിയ തണുപ്പും കാറ്റും. ഉച്ചയ്ക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല, നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ ഈ റോഡിലൊരു ബ്ലോക്ക് ഉണ്ട് ഇല്ല ഇങ്ങോട്ട് വരുമ്പോൾ. നമ്മളിപ്പോൾ ആദ്യം മൂന്നാറിന് വരുന്നവർക്ക് വിചാരിക്കും ഇങ്ങനെ ഫുള്ള് മരങ്ങളാ, അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇപ്പം ഇവിടെ എന്തോ ഒരു വർക്ക് നടക്കുക, റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഫുള്ള് JCBയും ലോറിയൊക്കെയാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയായിരുന്നു, ഒരു ബാഡ് ഇമ്പാക്റ്റ്. ഇങ്ങനെ ഇപ്പം എത്തുമെന്ന് വിചാരിച്ചു. പക്ഷെ ഫുള്ള് ഇങ്ങനെ അവരാ ഫുള്ള് JCBക്കാരും പണിക്കാരും. റോഡിന്റെ വർക്ക് നടക്കും. അതെല്ലാം വർക്കെല്ലാം കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും അല്ലേ റോഡൊക്കെ കാണാൻ. അപ്പം ഇപ്പം ശരിക്കും സീസൺ അല്ലെന്ന് തോന്നുന്നു. പക്ഷെ നല്ല രസമുണ്ട്. സീസൺ അല്ലാത്തതുകൊണ്ട് അതിൻ്റെ തിരക്കും കുറവുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ച് മൂന്നാറിന് ടാറ്റ ഗുഡ് ബൈ പറയുകയാണ് ഗൈസ്. നല്ലൊരു ട്രാവൽ എക്സ്പീരിയൻസ് ആയിരുന്നു മൂന്നാറിലോട്ടുള്ളത്. ഇനിയിപ്പം നമ്മുടെ ബാക്ക് ടു വർക്ക്. പണിയെടുക്കാൻ പോണം. ഇനിയിപ്പൊ പണിയെടുക്കല. ഇനി അടുത്ത ട്രാവൽ വ്ലോഗ് നമ്മൾ ഉടനെ എപ്പോഴേലും ഒക്കെ ഇടും അല്ലേ? അടുത്ത ട്രാവൽ എങ്ങോട്ടാ? അടുത്ത കടമ്പനാട് ചന്ത. അയ്യോ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ടാറ്റാ, സീ യു, ബൈ ബൈ.